ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്നലെ ഗ്ലോബൽ മാർക്കറ്റുകളിൽ പൊതുവെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് മോഡായിരുന്നു. ഇന്ത്യയിലും അത്തരത്തിലുള്ളൊരു സെൻറ്റിമെൻറ്റ് തന്നെയായിരുന്നു. ഇന്നലെ നമ്മുടെ നിഫ്റ്റിയും സെൻസെക്സും വൊളാറ്റിലിറ്റിക്ക് ശേഷം വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. അത്തരത്തിലുള്ള സെൻറ്റിമെൻറ്റ് തന്നെയായിരുന്നു ഏഷ്യയിലും. കൊറിയൻ ഇൻഡെക്സ് കോസ്പി മാത്രമാണ് ഇന്നലെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിൽ ക്ലോസ് ചെയ്തിരുന്നത്. ഇന്ന് മോർണിംഗിലും കോസ്പി പുതിയ റെക്കോർഡ് ഹൈനടുത്തൊക്കെ വന്നിരുന്നു. പക്ഷേ ഇന്ന് മോർണിംഗിൽ മറ്റു മാർക്കറ്റുകൾക്കൊപ്പം സ്ലൈറ്റ്ലി വീക്കാണ്. അതേസമയം ഇന്ന് ഏഷ്യയിലത്തെ ഓവറോൾ സെന്റിമെന്റ് നോക്കുകയാണെങ്കിൽ ജാപ്പനീസ് അതുപോലെ തന്നെ സൗത്ത് കൊറിയൻ മാർക്കറ്റുകളാണ് ഇന്ന് സ്ലൈറ്റ്ലി വീക്കായിട്ട് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. അതേസമയം ചൈനീസ് ഹോങ്കോങ് മാർക്കറ്റുകൾ ഇന്നലത്തെ ലോസിന് ശേഷം ഇന്ന് ബെറ്റർ ആയിട്ടാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ അമേരിക്കയിൽ പൊതുവെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരുന്നു ടെക്നോളജി സ്റ്റോക്കുകളിൽ കണ്ടത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഓപ്പൺ AI ചാറ്റ് GPTയുടെ പ്രൊമോട്ടർ സെയിൽസ് ഡാറ്റ അതുപോലെ തന്നെ റിസൾട്ട് ഡാറ്റയൊക്കെ വന്നിരുന്നു. ബിലോ എക്സ്പെക്ടേഷൻസ് ആണ്. ഒപ്പം ഗൈഡൻസും ബിലോ എക്സ്പെക്ടേഷൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ AI റിലേറ്റഡ് കമ്പനികളുടെ ഗ്രോത്ത് പ്രോസ്പെക്ട്സിലുള്ള ഡൗട്ടിലാണ് ഓൾമോസ്റ്റ് എല്ലാ ടെക്നോളജി സ്റ്റോക്കുകളും ഇന്നലെ താഴെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. മൈക്രോസോഫ്റ്റും ആപ്പിളും മാത്രമാണ് മാഗ്നിഫിസന്റ് 7 കമ്പനികളിൽ ഇന്നലെ ബെറ്റർ ആയിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മറ്റെല്ലാ സോഫ്റ്റ്വെയർ സ്റ്റോക്കുകളും അതുപോലെ തന്നെ ഹാർഡ് ഡിസ്ക് ഉണ്ടാക്കുന്ന കമ്പനികൾ അതുപോലെ തന്നെ ഹാർഡ്വെയർ സ്റ്റോക്കുകളെല്ലാം തന്നെ ഇന്നലെ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇത് കഴിഞ്ഞ ദിവസങ്ങളിലെ ബിഗ് റാലിക്ക് ശേഷമുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിട്ട് കണ്ടാൽ മതി. ഇന്നാണ് അമേരിക്കയിൽ 4 മാഗ്നിഫിസന്റ് 7 കമ്പനികളുടെ Q1 റിസൾട്ട് അനൗൺസ്മെന്റുകൾ വരുന്നുണ്ട്. ആമസോൺ ഉണ്ട്, ആൽഫബറ്റ് ഉണ്ട്, മെറ്റ ഉണ്ട്, മൈക്രോസോഫ്റ്റ്. ഈ 4 കമ്പനികളുടെ Q1 റിസൾട്ടുകൾ വരുന്നുണ്ട്. നാളെ ആപ്പിളിന്റെ Q2 റിസൾട്ടുകളും അനൗൺസ്മെന്റ് വരുന്നുണ്ട്. അപ്പോൾ ഈ റിസൾട്ടുകൾക്ക് അനുസരിച്ച് ടെക്നോളജി സ്റ്റോക്കുകളിലൊരു മൂവ്മെന്റ് ഒക്കെ കാണാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നലെ അമേരിക്കൻ ഇൻഡെക്സുകളുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ എല്ലാ ഇൻഡെക്സുകളും ഇന്നലെ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ S&P 500, നാസ്ഡാക്ക്, റസൽ 2000 ഇൻഡെക്സുകളെല്ലാം തന്നെ റെക്കോർഡ് ഹൈ ഒക്കെ ഹിറ്റ് ചെയ്തിരുന്നു. അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ ദിവസങ്ങളിലെ റാലിക്ക് ശേഷമുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിട്ട് കണ്ടാൽ മതി. അതോടൊപ്പം തന്നെ ധാരാളം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഒക്കെ വരുന്നുണ്ട്. അതേസമയം ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് സംബന്ധിച്ച് ന്യൂസ് ഫ്ലോസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് US, ഇറാൻ, ഇസ്രായേൽ സംഘർഷം നീണ്ടുപോകാനാണ് ചാൻസസ് കൂടുതൽ. ഇമ്മീഡിയറ്റ് ആയ ഒരു ഡിസ്കഷനൊന്നും സാധ്യതയില്ല എന്നുള്ള ഇൻഡിക്കേഷനാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം US 35 ഇൻസ്റ്റിറ്റ്യൂഷൻസിനും അതുപോലെ തന്നെ പല രാജ്യങ്ങൾക്ക് എഗൻസ്റ്റ് ആയിട്ടൊക്കെ പുതിയ സാങ്ഷൻസ് ഏർപ്പെടുത്താനുള്ള ആലോചന ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇറാനെ ഹെൽപ്പ് ചെയ്യുന്നതിലുള്ള ഒരു എതിർപ്പായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സാങ്ഷൻസ് വരുമ്പോൾ ചെറിയ വൊളാറ്റിലിറ്റി ഒക്കെ പല രാജ്യങ്ങളിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ സ്റ്റോക്ക് പ്രൈസസിൽ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇവന്റുകളൊക്കെ കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതകളാണ്. മാർക്കറ്റ് ഇത്തരത്തിലുള്ള നെഗറ്റീവ് ന്യൂസ് ഫ്ലോസ് ഓൾമോസ്റ്റ് ഡിസ്കൗണ്ടഡ് ആണ്. എന്നിരുന്നാലും ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് തന്നെയാണ് ഒരു വൊളാറ്റിലിറ്റി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ കമോഡിറ്റി സെഗ്മെന്റ് നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഇന്ന് മോർണിംഗിലും വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. $4,592 പെർ ഔൺസിനാണെന്ന് ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ $4,554 പെർ ഔൺസ് വരെയൊക്കെ താഴെ വന്നിരുന്നു. അതിനുശേഷം റിക്കവറി നടത്തിയിരുന്നു. പക്ഷേ ഗോൾഡിന്റെ ഇമ്മീഡിയറ്റ് സ്ട്രോങ് സപ്പോർട്ടായിട്ട് കാണുന്നത് 4,550, 4,500 ലെവലുകളൊക്കെയാണ്. ഗോൾഡിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ പോസിറ്റീവ് ന്യൂസ് ഫ്ലോസും ഡിസ്കൗണ്ടഡ് ആണ്. അതേസമയം സെൻട്രൽ ബാങ്ക് സെല്ലിംഗ് സംബന്ധിച്ച ഡാറ്റകളൊക്കെ സ്ലൈറ്റ് നെഗറ്റീവ് ആണ്. കഴിഞ്ഞ ആഴ്ചയിലത്തെ ETF-കളുടെ സെല്ലിംഗ് ഡാറ്റയും സ്ലൈറ്റ് നെഗറ്റീവ് ആണ്. ലോങ് ടേം ട്രെൻഡ് പോസിറ്റീവ് ആണെങ്കിൽ പോലും ഷോർട്ട് ടു മീഡിയം ടൈമിൽ ഒരു പക്ഷേ ഗോൾഡ് പ്രൈസിൽ വൊളാറ്റിലിറ്റി കണ്ടേക്കാം. വീണ്ടും ഒരു പക്ഷേ ഗോൾഡ് താഴെ പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. സിൽവറും അത്തരത്തിലുള്ള സിറ്റുവേഷനാണ്. മറ്റ് കമ്മോഡിറ്റികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ എല്ലാ കമ്മോഡിറ്റികളും ബ്രെൻഡ് ക്രൂഡ് ഓയിൽ ഒഴികെയുള്ള എല്ലാ കമ്മോഡിറ്റികളും ഇന്നലെ വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബ്രെൻഡ് ക്രൂഡ് ഓയിൽ ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത് $110.67 പെർ ബാരലിനാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ ക്രൂഡ് ബാസ്ക്കറ്റും ട്രേഡ് ചെയ്യുന്നത് $110.5 പെർ ബാരലിനാണ്. ബ്രെൻഡ് ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് വലിയ രീതിയിൽ ഉയരാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യനെ സംബന്ധിച്ച് നെഗറ്റീവാണ്.
ഇന്നലെ ഇന്ത്യൻ റുപ്പി US ഡോളറിന് എഗൻസ്റ്റ് ആയിട്ട് വീണ്ടും വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. 94.52 രൂപ പെർ ഡോളറിനാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പൊതുവേ കമ്മോഡിറ്റി മാർക്കറ്റിൽ നിന്ന് വരുന്ന ന്യൂസ് ഫ്ലോസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഗോൾഡ്, സിൽവർ ഈ കമ്മോഡിറ്റികൾ ഒരു പക്ഷേ വീണ്ടും താഴേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്, വൊളാറ്റിലിറ്റി കൂടാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളൊരു ഇൻഡിക്കേഷനാണ്. അതേസമയം ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് നീണ്ടുപോവുകയാണെങ്കിൽ ബ്രന്റ് ക്രൂഡ് ഓയിലിന്റെ കാര്യത്തിൽ വീണ്ടും ഒരു പ്രൈസ് റേസ് കാണാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് ഈ ഡാറ്റകളൊക്കെ വാച്ച് ചെയ്യണം. ബ്രന്റ് ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് വലിയ രീതിയിൽ ഉയരുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യനെ സംബന്ധിച്ചാണ് അതിന്റെ നെഗറ്റീവ്. ഇത്തരത്തിലുള്ള ന്യൂസ് ഫ്ലോസ് ഒക്കെ ഓൾമോസ്റ്റ് ഡിസ്കൗണ്ടഡ് ആണ്. എന്നിരുന്നാലും ഫർദർ വലിയ രീതിയിൽ ഉയരുകയാണെങ്കിൽ അതിൻ്റെതായ നെഗറ്റീവ് ഇമ്പാക്റ്റുകളൊക്കെ കണ്ടേക്കാം. ഇനി നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ധാരാളം സ്റ്റോക്ക് സ്പെസിഫിക് ന്യൂസ് ഫ്ലോസ് ഉണ്ട്. Q4 റിസൾട്ടുകൾ, ആനുവൽ റിസൾട്ടുകളെ സംബന്ധിച്ച് ന്യൂസ് ഫ്ലോസ് ഒക്കെ ഉണ്ട്. എന്നിരുന്നാലും ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് മാർക്കറ്റിൽ അതിൻ്റെതായ പോസിറ്റീവ് ഇമ്പാക്റ്റുകളൊന്നും തന്നെയില്ല. ഇന്നത്തെ സ്റ്റോക്ക് സ്പെസിഫിക് ആയ ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ എൻവിറോ ഇൻഫ്ര എഞ്ചിനീയേഴ്സിന്റെ സബ്സിഡയറി ഒരു കമ്പനീനെ അക്വയർ ചെയ്തിട്ടുണ്ട്. വിൻഡ് പവർ, സോളാർ പവർ രംഗത്തുള്ള ഒരു കമ്പനിയാണ്. നല്ലൊരു കമ്പനിയാണ് എൻവിറോ ഇൻഫ്ര. നല്ല രീതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മുന്നേറിയിരുന്നു. ലോങ് ടൈമിലും മുന്നേറാൻ സാധ്യതകളുണ്ട്. RVNL 39.21 കോടി രൂപ വരെ ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ BHEL ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ഒരു ടൈപ്പിൽ എത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ടൈപ്പുകളൊക്കെ BHELനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നല്ല രീതിയിൽ മുന്നേറിയിട്ടുള്ള ഒരു PSU കമ്പനി കൂടിയാണ് BHEL. PC ജുവല്ലേഴ്സിന്റെ സബ്സിഡിയിലേക്ക് 1 ഇയർ ഗോൾഡ് മൈനിങ് ലൈസൻസ് ലഭിച്ചിട്ടുണ്ട്. ചാർഡിലാണ്. ലോങ് ടൈമിൽ ഇത് പോസിറ്റീവാണ് PC ജുവല്ലേഴ്സിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. ഇന്ന് Q4 റിസൾട്ടുകളുള്ളത് വേദാന്ത, വാരി എനർജീസ്, ബജാജ് ഫൈനാൻസ്, എംഫാസിസ്, സാറ്റലൈറ്റ് ടെക്നോളജീസ്, സിൻജിൻ ഇന്റർനാഷണൽ ഈ കമ്പനികളാണ് ഇന്ന് Q4 ആനുവൽ റിസൾട്ടുകൾ അനൗൺസ് ചെയ്യുന്ന മേജർ കമ്പനികൾ. ഇതിന് പുറമെ ധാരാളം കമ്പനികളുടെ റിസൾട്ടുകൾ കൂടി ഇന്ന് വരാനുണ്ട്. വേദാന്തനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്നാണ് ഡീമർജറിന്റെ അവസാനത്തെ ദിവസം. നാളെ മുതൽ ഡീമർജർ ആവുകയാണ്. വേദാന്തയുടെ Q4 ആനുവൽ റിസൾട്ടുകളും എക്സലന്റ് റിസൾട്ടാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വേദാന്ത ഇന്ന് വാങ്ങുന്ന ഇൻവെസ്റ്റേഴ്സിനാണ് ഡീമർജറിന് അർഹതയുണ്ടായിരിക്കുക. അപ്പോൾ ഡീമർജറിൽ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ നേട്ടത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഇൻവെസ്റ്റേഴ്സിന് വാങ്ങാവുന്ന ഒരു സ്റ്റോക്കാണ് വേദാന്ത ലിമിറ്റഡ്. ഇതൊക്കെയാണ് പൊതുവെയുള്ള ന്യൂസ് ഫ്ലോസ്. ഇന്നത്തെ ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ ഒരു മ്യൂട്ടഡ് ആണ്, മിക്സഡ് ആണ്. അതോടൊപ്പം തന്നെ UAE ഒപ്പക്കിൽ നിന്ന് എക്സിറ്റ് ആവുകയാണ്. മെയ് 1 തീയതി മുതൽ അവര് ഒപ്പക്കിന്റെ മെമ്പർഷിപ്പിൽ ഉണ്ടാവില്ല. അപ്പോൾ ഒപ്പക് രാജ്യങ്ങളുടെ എണ്ണം 12ൽ നിന്ന് 11 കുറയുകയാണ്. 1960 ഒപ്പക് രൂപീകരിച്ചിട്ടുള്ളത്. ഇവരായിരുന്നു ഒരു പരിധിവരെ ഗ്ലോബലി ഓയിൽ പ്രൈസിനെയൊക്കെ കൺട്രോൾ ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ UAE എക്സിറ്റ് ഒപ്പക്കിനൊരു ബ്ലോ ആണ്. ഒപ്പക്കിന്റെ ടോട്ടൽ പ്രൊഡക്ഷന്റെ അറൌണ്ട് 14% UAE നിന്നാണ്. അതുപോലെ തന്നെ ഗ്ലോബൽ പ്രൊഡക്ഷൻസിന്റെ സപ്ലൈയുടെ 4% UAE നിന്നാണ്. സൗദി അറേബ്യയുടെ പല തീരുമാനങ്ങളിലും UAEക്ക് യോജിപ്പില്ല. അതുകൊണ്ടാണ് മേജറായിട്ട് UAE ഒപ്പക്കിൽ നിന്ന് വിടുന്നത് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. സൗദി അറേബ്യയുടെ പാകിസ്ഥാനായിട്ടുള്ള ബന്ധം, യമനായിട്ടുള്ള ബന്ധം, ഇതാണ് മേജറായിട്ട് UAEനെ സൗദി അറേബ്യയും UAEയും തമ്മിൽ അകൽച്ചയ്ക്കുള്ള ആക്കം കൂട്ടിയിട്ടുള്ളത്. തീർച്ചയായിട്ടും സൗദി അറേബ്യയും UAEയും തമ്മിലുള്ള ഒരു ശീതസമരം കുറെ കാലമായിട്ടൊക്കെയുണ്ട്. UAEനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഗ്ലോബലി ഏറ്റവും വിഷണറി ലീഡേഴ്സ് ഉള്ളൊരു രാജ്യമാണ് UAE. 200 രാജ്യങ്ങളിലെ ജനങ്ങളും UAEയിലുണ്ട്. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ, കേരളത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു മിനി കേരളമാണ് UAE. അവിടെ പോയവർക്കാണ് അതിൻ്റെ പോസിറ്റീവ് സൈഡൊക്കെ അറിയുള്ളൂ. അതുപോലെ തന്നെ അവിടുത്തെ റൂളേഴ്സിൻ്റെ പോളിസികൾ ഹ്യൂമൻ ബീയിങ്സിനും അതുപോലെ തന്നെ എൻറ്റയർ ഗ്ലോബൽ പ്ലാനറ്റിനും വളരെ വളരെ പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് നൽകുന്ന പോളിസികളാണ്. അതുകൊണ്ട് തന്നെ UAE ഒപ്പക്കിൽ നിന്നുള്ള എക്സിറ്റ് പൊതുവെ UAEക്ക് ഗുണകരമായിട്ടാണ് എല്ലാവരും കാണുന്നത്. ഇന്ത്യനെ സംബന്ധിച്ചും അത് പോസിറ്റീവാണ്. ഇന്ത്യയും UAEയും തമ്മിൽ വളരെ അടുത്ത ബന്ധമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ന്യൂസ് ഒപ്പക്കിനെ സംബന്ധിച്ച് വളരെ നെഗറ്റീവാണ്. ഒപ്പക്കിൽ ഇപ്പോൾ സൗദി അറേബ്യ ആണ് മേജറായിട്ടുള്ള ഫിഗർ ആയിട്ട് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ന്യൂസ് ക്രൂഡ് ഓയിൽ പ്രൈസിന്റെ കാര്യത്തിൽ വലിയ നെഗറ്റീവ് ഇമ്പാക്റ്റുകളൊന്നും ഉണ്ടാക്കാൻ ചാൻസസ് ഇല്ല. അതേസമയം ഇന്ത്യയും UAEയും തമ്മിലുള്ള സഹകരണം
എണ്ണം വർദ്ധിച്ചു വരുന്നത് ഇന്ത്യനെ സംബന്ധിച്ച് ഒരുപക്ഷെ UAE നിന്ന് കൂടുതൽ ക്രൂഡ് ഇമ്പോർട്ട് ചെയ്യാനുള്ള അനുമതിയും കൂടി ലഭിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ന്യൂസ് ഫ്ലോസ് ഒക്കെ ഉണ്ട്. ഒപ്പം ഇന്ന് US ഫെഡിൻ്റെ ഫൈനൽ ഡേ ആണ്. മീറ്റിങ്ങിൻ്റെ റേറ്റ് ഡിസിഷൻ ഇന്ന് അനൗൺസ് ചെയ്യാണ്. സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ മാഗ്നിഫിസൻറ്റ് 7 കമ്പനികളിലെ 4 കമ്പനികളുടെ Q1 റിസൾട്ടുകൾ ഇന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഇവൻറ്റുകൾക്ക് അനുസരിച്ചുള്ള മൂവ്മെൻറ്റ് നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ എക്സ്പെക്ട് ചെയ്യാം. നമ്മൾ ഇന്ന് എക്സ്പെക്ട് ചെയ്യുന്ന നിഫ്റ്റി സ്ലൈറ്റ്ലി ബെറ്റർ ഓപ്പണിംഗ് ആണ്. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള മൂവ്സ് ഒക്കെ കാണാനുള്ള സാധ്യതകളുണ്ട്. അതേസമയം RBI ബാങ്കിങ് രംഗത്ത് ധാരാളം കൺട്രോളുകൾ വീണ്ടും കൊണ്ടുവരികയാണ്. റിസ്ക് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ്. അതിൻ്റേതായ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ ഇന്നലെ ബാങ്കിങ് സ്റ്റോക്കുകളുടെ കാര്യത്തിലൊക്കെ കണ്ടിരുന്നു. ഫർദർ RBI വീണ്ടും ടൈറ്റൻ ചെയ്യാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ പൊതുവെ മാർക്കറ്റിൽ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളുടെ അപ്വേർഡ് മൊമെൻറ്റത്തിന് ഒരു ആക്കം കുറയാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് പൊതുവെയുള്ള ന്യൂസ് ഫ്ലോസ്. ഈയിടെ നടന്നിട്ടുള്ള അസംബ്ലി ഇലക്ഷൻസിൻ്റെ അവസാനത്തെ ദിവസമാണെന്ന്. ഇന്ന് കഴിഞ്ഞാൽ ഇന്ന് വൈകുന്നേരം എക്സിറ്റ് പോളുകളൊക്കെ വന്നേക്കാം. കാര്യമായിട്ടുള്ള നെഗറ്റീവോ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും തന്നെ ഈ എക്സിറ്റ് പോളുകളിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. എന്നിരുന്നാലും പൊതുവെ ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന കക്ഷിക്ക് വെസ്റ്റ് ബംഗാളിലൊക്കെ ഒരു അപ്പർ ഹാൻഡ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് മാർക്കറ്റിനെ സംബന്ധിച്ച് സ്ലൈറ്റ് പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസയും ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റിലൂടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.